ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ടാക്സ് അടയ്ക്കുന്ന നിങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ. ഇവിടെ ഒരു കണക്കിലൂടെ അത് വ്യക്തമാക്കാം. നിങ്ങൾ 29,307 രൂപ ഒരു വർഷം ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ് എന്ന് സങ്കല്പിക്കുക. ഈ തുക നിങ്ങളുടെ സാലറിയിൽ നിന്നും വർഷത്തിൽ അവസാനം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ തവണകളായി കട്ട് ചെയ്യുന്നുവെന്ന് ഉദാഹരണത്തിനായി സങ്കല്പിക്കുക. 2024 നവംബർ മാസത്തിൽ നിങ്ങളുടെ 9,921 രൂപ കട്ട് ചെയ്തു. ഡിസംബർ 2024 7,304 രൂപ കട്ട് ചെയ്തു. ആകെ തുക 17,225 രൂപ. ആ 17,225 രൂപയുടെ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്നത്. മൊത്തത്തിലുള്ള നിങ്ങളുടെ ടാക്സായ 29,307 രൂപയിൽ നിന്നും 17,225 രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടി എന്നാണ് ഈ മെസ്സേജിൽ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 മാസത്തിൻ്റെ തുക, അതായത് ജനുവരി 2025 ഫെബ്രുവരി 2025 രണ്ടും ചേർത്തുള്ള 12,082 രൂപ ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാൻ ബാക്കിയാണ്. അതിൻ്റെ മെസ്സേജും ഇതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കിട്ടിയ ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് അയക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ അടച്ച തുകയുടെ പകുതി തുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടി. ബാക്കി അടുത്ത ഘട്ടത്തിൽ അവർക്ക് കിട്ടുമ്പോൾ കട്ടായ പൂർണ്ണമായ തുകയുടെ മെസ്സേജ് ഇതുപോലെ നിങ്ങൾക്ക് വരുന്നതാണ്. നമ്മൾ അടച്ച തുകയുമായി മിസ്മാച്ച് ആയതിനാൽ ഈ ഒരു മെസ്സേജ് ചിലർ കണ്ടിട്ട് വളരെ പാനിക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു മെസ്സേജ് 2ാം ഘട്ടം നമ്മൾ അടച്ച പൈസ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിക്കുമ്പോൾ അവർ വീണ്ടും അയക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ വീണ്ടും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹപൂർവ്വം, റൈസ് അപ്പ് ആൻഡ് ഷൈൻ വിത്ത് PS. താങ്ക് യു.